ലൈൻ മുതൽ ചർച്ച് റോഡ് വരെയുള്ള റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ റോഡ് 700 മീറ്ററോളം, ഒരു 200 മീറ്ററോളം ടൈലും അതുപോലെ ബാക്കിയുള്ള ഭാഗം BNDC നിലവാരത്തിലും ടാർ ചെയ്തതുമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ വർഷങ്ങളോളം കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയതും അതും പ്രത്യേകിച്ചും ഇത്രയും ചിലവേറിയ രീതിയിൽ അതിനെ മെയിൻ്റനൻസ് ചെയ്ത് നന്നാക്കിയെടുത്ത് സഞ്ചാരയോഗ്യമാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഇതിൻ്റെ 2 വശത്തൂടെ പൈപ്പിടാനുള്ള ശ്രമത്തിലാണ്. ഇത്രയും കാലം ഈ റോഡിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം, ഈ റോഡ് തകർന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് തരണം ചെയ്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇവിടുത്തെ നാട്ടുകാരെ ആകെ പ്രതിഷേധത്തിലാക്കിയിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് അവർക്ക് പറയാനുള്ളത്. എന്താണ് സാറിന് പറയാൻ? നമ്മൾ ഈ സംസ്കാര ജംഗ്ഷനിൽ തൊട്ട് ഈ ശാന്തിഗിരി ആശ്രമം വരെയുള്ള ഈ റോഡ് വർഷങ്ങളായി 22 വർഷത്തോളമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡായിരുന്നു. ഈ റോഡ് നമുക്കറിയാം, ഈ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഫണ്ടിന് വല്ല പ്രോബ്ലം സമയത്ത് പോലും ഈ ഫണ്ട് അനുവദിച്ച് നമുക്ക് 2.3 കിലോമീറ്റർ, അതായത് പാലാരിവട്ടം തുടങ്ങി സ്റ്റേഡിയം ലിങ്ക് റോഡ് വരെയുള്ള 2.3 കിലോമീറ്റർ റോഡ് 1,70,00,000 താഴെ വരുന്ന എമൗണ്ട് മുടക്കി BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് ഒരു 4 മാസം പോലും ആകുന്നതിന് മുമ്പാണ് വാട്ടർ അതോറിറ്റി ഈ റോഡ് പൊളിക്കാനായിട്ട് പോകുന്നത്. കാരണം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്കറിയാം, നമ്മൾ പലപ്പോഴായി എപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിനെയും ഗവൺമെൻറ്റിനെയും കുറ്റം പറയുന്നുണ്ടെങ്കിലും ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നമുക്കറിയാം, ഈ 2.3 കിലോമീറ്റർ റോഡ് ഇങ്ങനെ ടാറിങ് ചെയ്യുമ്പോൾ എത്ര മാസത്തോളം എടുക്കുമെന്നൊക്കെ വാട്ടർ അതോറിറ്റിക്ക് അറിയാം. അപ്പോൾ പോലും ഒരു സൂചന പോലും നൽകാതെ ഇത് ടാറിങ് എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴാണ് വാട്ടർ അതോറിറ്റി ഇത് പൊളിക്കുവാനായിട്ട്, നമ്മൾ ചില സിനിമയിലേക്ക് കാണുന്നത് പോലെ റോഡ് പണിയുന്നു, തൊട്ട് പുറകെ പൊളിക്കുന്നു. ആ ഒരു സിസ്റ്റം മാറ്റിയെടുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. കാരണം നമുക്കറിയാം, പുതിയ ജനറേഷനൊക്കെ കണ്ട് ചിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ. 50 സെൻറ്റിമീറ്റർ വീതിയിൽ പൊളിക്കാനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വാട്ടർ അതോറിറ്റി പറയുന്നത് അത് പറ്റില്ല, അവർക്ക് ഈ വഴി തന്നെ വേണമെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവരുടെ ഉദ്ദേശമെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അസോസിയേഷൻ്റെയൊക്കെ തീരുമാനം. പക്ഷേ വാട്ടർ അതോറിറ്റി പറയുന്നത് അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച റോഡാണ്, അവരെന്ത് കാരണവശാലും എന്ത് എതിർപ്പുണ്ടെങ്കിലും അവർ അത് പൊളിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഇങ്ങനൊരു നിലപാടിലാണ്, നിങ്ങൾക്ക് വെള്ളം വേണം, അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായ റോഡും വേണം. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് മാഡത്തിന് പറയാനുള്ളത് വാട്ടർ അതോറിറ്റിയോട്? വാട്ടർ അതോറിറ്റിയോട് എനിക്ക് പറയാനുള്ളത്, വെള്ളം മനുഷ്യർക്ക് അത്യാവശ്യമാണ്, അതുപോലെ സഞ്ചാരയോഗ്യമായ റോഡും മനുഷ്യൻ്റെ ഒരു ആവശ്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടുന്ന് ഞങ്ങളുടെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നഗർ അവിടെയെന്ന് പറഞ്ഞാൽ കൂടുതലും സീനിയർ സിറ്റിസണാണ്. ഏത് സമയമാണ് അങ്ങോട്ട് ആംബുലൻസ് വരേണ്ടി വരുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾക്ക് ഭീതിയുണ്ട്, ഈ റോഡ് പൊളിച്ച് ആ കുണ്ടും കുഴിയായിട്ട് കിടന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും വഴിമുട്ടിപ്പോകും. പിന്നെ വാട്ടർ അതോറിറ്റി അവർ കാശ് കൊടുത്ത് വാങ്ങിച്ച റോഡ് അവർ പൊതിക്കുന്നു എന്ന് പറയുമ്പം ഇപ്പോൾ ഫണ്ടിന് ദൗർബല്യമുള്ള കോർപ്പറേഷൻ ഇപ്പോൾ എങ്ങനെ ഉടനെ ഈ റോഡ് റീകൺസ്ട്രക്ട് ചെയ്ത് തരും? അപ്പോൾ വാട്ടർ അതോറിറ്റിയോട് ഞങ്ങൾക്കുള്ള ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റ്, അങ്ങനെ പൊളിച്ചേ തീരുവെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ കൗൺസിലർ പറഞ്ഞ സൊല്യൂഷനൊന്നും അവർക്ക് സ്വീകാര്യമല്ല. അവർ പറയുന്നത് പോലെ ഇത് പൊളിച്ചേ കഴിയുമെന്നുണ്ടെങ്കിൽ അവരൊരു കാര്യം ചെയ്യട്ടെ, ഇത് റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള പൈസ കോർപ്പറേഷനിൽ കെട്ടിവെക്കട്ടെ, എന്നിട്ട് അവരിത് നടത്തട്ടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം അവരോട് സഹകരിക്കാം. അല്ലാതെ വെറുതെ ഇത് പൊളിച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആ പൊളിച്ചിട്ട് പോയതിൻ്റെ ദുഃഖം ഞങ്ങൾ ഒരുപാട് കാലം അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ ഇവർക്ക് കോർപ്പറേഷന് അതിൻ്റെതായ പരിമിതികളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് നാട്ടുകാർ പ്രധാനമായിട്ടും അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നം എന്താണ്? ഇത് വർഷങ്ങളായി തകർന്നു നിൽക്കുന്ന റോഡാണ്. സംസ്കാര ജംഗ്ഷൻ തൊഴിൽ ചർച്ച് റോഡ് വരെ 4 മാസങ്ങളായിട്ടുള്ള ഇത് ഞങ്ങളുടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ BMCW കാര്യത്തിൽ പണി കഴിപ്പിച്ചിട്ട് ഇപ്പോൾ ഈ അടുത്താണ് പറയണത്, വാട്ടർ അതോറിറ്റി ഇതിലൂടെ 1.5 മീറ്റർ വീതിയിൽ 8 ഇഞ്ച് പൈപ്പാണ് ഇതിൽ സ്ഥാപിച്ച് ചർച്ച് റോഡ് വരെ റോഡ് പൊളിച്ച് അതിലൂടെ 8 ഇഞ്ചിൻ്റെ പൈപ്പാണ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞത്. അത് ഈ റോഡിൽ കൂടി അതിൻ്റെ ആവശ്യമില്ല. ഈ റോട്ടിൽ ഇരുവശം ഉള്ളവർക്കും ബൈ റോഡിലുള്ളവർക്കും ഈ ഇതുകൊണ്ട് യാതൊരു വെള്ളത്തിൻ്റെ പ്രശ്നം വന്നില്ല. സംസ്കാര ജംഗ്ഷൻ മുതൽ ചർച്ച് റോഡ് വരെ വേറൊരു മാർഗം ഉണ്ടായിരിക്കെ ഈ വഴി ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക്
അത് സമ്മതിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്ത് വില കൊടുത്തും ഇതിങ്ങനെയുള്ള പരിപാടി തടയും. എല്ലാ നാട്ടുകാരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടും. ഈ വഴി എന്ന് പറയുന്നത് ഇപ്പോൾ മെട്രോൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആലുവയിൽ നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ വരെ ഈ വഴിയിലൂടെയാണ് കടത്തിവിടുന്നത്. കഴിഞ്ഞ മെട്രോ വർക്ക് നടന്ന സമയത്ത് ഈ വെച്ചിരുന്ന ബോർഡ്, അതായത് കടവന്തറ, ഫോർട്ട് കൊച്ചി, തോപ്പുംപടി ആ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പോകേണ്ട ബോർഡ് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഒരു മെയിൻ റോഡായിട്ട് മെട്രോ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഈ റോഡ് ഇപ്പോൾ കുത്തി പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്നും കാര്യം അവർക്ക് ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ടേ അവർക്ക് റോഡ് ടാർ ചെയ്യാനുള്ള അനുവാദം പോലും തരാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിയിലെ ഗതാഗത കുരുക്കും അതേപോലെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടും വളരെയധികം, അതായത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാര്യം പൊടി, അതേപോലെ നമുക്കൊരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ വരാത്തൊരവസ്ഥ, അതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അസോസിയേഷൻ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് എതിർക്കും. അത് ഒരു സംശയം. വെള്ളം വേണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. പക്ഷേ അതിനുവേണ്ടി ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, ഇത്രയും ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു വർക്ക് മുന്നോട്ട് പോകണം എന്ന് ഞങ്ങളിവിടെയുള്ള ഒരു അസോസിയേഷൻ്റെ ആൾക്കാരും ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ റോഡ് തകർന്നു കിടന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഇത് ഈ വാട്ടർ അതോറിറ്റി മുൻകാലങ്ങളിൽ പറയും അവരിത് നന്നാക്കില്ല, അത് അവരുടെ അതല്ലെന്ന് പറയും. കോർപ്പറേഷൻ അന്ന് പറയുമായിരുന്നു ഇത് വാട്ടർ അതോറിറ്റി ആണ് ചെയ്യണമെന്ന്. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പയ്യൻ ഈ ഇതിൻ്റെതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മറ്റേത് നടന്നു പോകാൻ പറ്റില്ലായിരുന്നു, വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല, അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. അത് നികത്തി ഇപ്പോൾ ഇപ്പോൾ വാഹനങ്ങൾ തന്നെ എത്ര പോകുന്നു, ആ സൗകര്യമൊക്കെ ഉണ്ടാക്കി. എനിക്ക് 83 വയസ്സായിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെയൊക്കെ ചെറുപ്പകാലം തുടങ്ങി ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. അന്ന് ഇപ്പോൾ നടന്നു പോകാം, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിൽ. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതില്ല. ഈ സൗകര്യങ്ങളൊന്നും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതൊരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങളുടെ കൗൺസിലർ. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണം എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും അതിന് യോജിക്കാൻ കഴിയില്ല. ഞങ്ങളിവിടെ കാലങ്ങളായിട്ട് ജനിച്ചു വളർന്നാണ്. അന്ന് തുടങ്ങി പുറത്തോട്ട് പോകണമെങ്കിൽ ഈ റോഡ് വന്നതിന് ശേഷം, നേരത്തെ പയ്യൻ പറഞ്ഞ പോലെ ജനങ്ങൾ ഇവിടെയുള്ള ഒരു സ്ഥലമൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത് ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാനും പറ്റില്ല. അങ്ങനൊരു സ്ഥിതിവിശേഷം വന്നാൽ അത് സമ്മതിക്കില്ല എന്ന് വാട്ടർ അതോറിറ്റി പറയുന്ന കഷ്ടമാണ്. ഇതാരെങ്കിലും ഇതിലൂടെ പോകുന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിച്ചു പൊളിക്കണമെന്ന് പറയില്ല. അത്രയും നല്ല നീറ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് തന്നെയല്ല, റോഡും വാഹനങ്ങൾക്ക് പോകാം, അതേപോലെ തന്നെ ഈ കാനയുടെ അവിടെയും ഉയരത്തിൽ ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന വിധത്തിൽ, അതൊക്കെ അവൻ്റെ ഒരു മിടുക്കാണ്. അത് ഇതിൻ്റെ പിന്നിൽ എപ്പോഴും ഞങ്ങളുണ്ടാകും. മറ്റു മാർഗങ്ങളുണ്ടായിരിക്കെ ഇങ്ങനെ ഇത്തരം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇതിലൂടെ പൈപ്പ് ലൈൻ ഇടാനായിട്ട് ഞങ്ങൾ നാട്ടുകാർ സമ്മതിക്കില്ല. അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ നേരിടും. 22 വർഷമായിട്ട് ഇവിടെ സഞ്ചാരയോഗ്യമായിരുന്നില്ല. എന്നാൽ ഇത് സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷമാണ് വാട്ടർ അതോറിറ്റി ഈ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് ഓട്ടോക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും നമ്മളോട് പറയാനുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം കൂടുതൽ. ചേട്ടാ, എത്ര കാലമായി ഈ കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാം. സൈക്കിൾ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന റോഡുകളായിരുന്നു. പിന്നെ ഇത് പറഞ്ഞ് അവസാനം കോർപ്പറേഷന്റെ ഇതിൽ വലിയ കൗൺസിലോട് പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും MLA പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കൊല്ലങ്ങളായിട്ട് പൊട്ടി. ഞങ്ങൾ ഈ വണ്ടിക്ക് തന്നെ ഒരുപാട് പണികളും കാര്യങ്ങളും, ഒരാളെ യാത്രയാക്കാൻ പോകാനായിട്ട് വഴിക്ക് സഞ്ചാരയോഗ്യമല്ലായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ BMBC ടാർ ചെയ്തു. ഇങ്ങനെ പക്കയായി കഴിഞ്ഞപ്പോൾ ഇവരെ പൊളിക്കുന്നത് അന്യായമാണ്. ഈ പൊളിക്കാനുള്ള ഒരു നിലപാടുമായിട്ട് വാട്ടർ അതോറിറ്റി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇതിപ്പോ ഒരു വർഷം ആയിട്ടില്ല ഇത് ഈ ടാർ ഇത്ര ഗുണനിലവാരമായിട്ട് പണിതിട്ട്. ഇതിന് മുന്നേ വളരെ മോശമായിട്ട് കിടക്കുകയായിരുന്നു, വർഷങ്ങളോടെ കിടന്നു. ഒരുപാട് ആക്സിഡന്റും മറ്റുള്ള കാര്യങ്ങളും വേണ്ട. ഒരു രോഗികളായിട്ട് ഇതിൽ യാത്ര പോകാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ വാട്ടർ അതോറിറ്റിക്കാർ പറഞ്ഞ ഈ റോഡ് ഇത്ര ആധുനികമായിട്ട് പണിതത് അവരറിഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ റോഡാണ്, വാട്ടർ അതോറിറ്റി റോഡാണിത്.
അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യണമെന്ന് അവർ പറയണേ. ഇപ്പൊ ഇവിടുന്ന് ചർച്ച് റോഡ് വരെ അവർ പൊളിക്കുമെന്നാണ് പറയണത്. അത് ജനങ്ങളുടെ സപ്പോർട്ട് വേണ്ടെങ്കിൽ മാത്രമാണ് അവർ ചെയ്യുള്ളൂ എന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ റോഡ് ഇത്ര ഗുണനിലവാരമായിട്ട് കിടക്കുന്ന ഇത്ര നല്ല റോഡ് 1.5 കിലോമീറ്ററോളം കിടക്കുന്ന റോഡ് കുത്തിപ്പൊളിക്കൽ എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയാ, ജനങ്ങളെയൊക്കെ വെറുതെ മണ്ടന്മാരാക്കിയാണ് അത് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആധുനികമായിട്ടുള്ള റോഡ് മറ്റേ 1 കിലോമീറ്ററോളം കുത്തിപ്പൊളിക്കാൻ പണി എന്ന് പറഞ്ഞാൽ എന്താണ്, 6 മാസമോ 7 മാസമോ ആയിട്ടുള്ളൂ ഇത്ര പണി കഴിഞ്ഞിട്ട്. മനസ്സിലായി? ഇതൊക്കെ വെറും അനീതിയാണിത്. ഇത് കൂട്ട് കാര്യസ്ഥതയാണ്. നമ്മുടെ കൗൺസിലറിന്റെ ജോർജിന്റെ ഒക്കെ ഭയങ്കരമായ പ്രയത്നം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സഞ്ചാരയോഗ്യമായ ഈ റോഡ് ഇവിടെ വളരെ എന്നിട്ടും ഇവിടെ ബ്ലോക്കുകളാണ്. ഇനി ഇത് പൊളിച്ചും കൂടി കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. കുടിവെള്ളം ആവശ്യമാണല്ലോ, കാരണം ഈ പൈപ്പെല്ലാം പൊട്ടിക്കഴിഞ്ഞാലുള്ള ഒരു സാഹചര്യം കൂടി. അങ്ങനെയാണെങ്കിൽ അതിക്ക് മുമ്പ് ഇവർക്ക് ഇതെന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത് ചെയ്യണതിന് മുമ്പ് അവർക്ക് ചെയ്യാറുണ്ടല്ലോ. ഇത്രയും സഞ്ചാരയോഗ്യമായ റോഡ് ഇനി പൊളിച്ചു ഞാൻ ഏത് കാലത്ത് ശരിയാകാനാ? ഈ ചെയ്ത ഇതിന്റെയൊക്കെ എല്ലാ സംഭവങ്ങളും ബുദ്ധിമുട്ടാവും. ഇവിടുത്തെ ജനങ്ങളും ദൂരം കഷ്ടപ്പെടേണ്ടി വരും. വെള്ളം ആവശ്യമാണ് അത് സംഭവം. പക്ഷേ അതിന്റെ പിന്നിലുള്ള ഈ പ്രവർത്തന രീതി ശരിയല്ല. ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള വാട്ടർ അതോറിറ്റിയുടെയും ശരിയല്ലല്ലോ. ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഏകോപന ഇല്ലായ്മയാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതല്ലോ. അങ്ങനെ അല്ലെങ്കിൽ ഇത്രയും നല്ല റോഡ് വന്നിട്ട് അത് ഒരു നേരത്തെ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഒരു പ്ലാനിംഗ് ഇല്ല ഇവിടെ. പ്ലാനിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ടാർ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യായിരുന്നല്ലോ. ഒരുപാട് കാലമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണോ, അപ്പൊ സഞ്ചാരയോഗ്യമാക്കിയപ്പോഴാണോ? എന്റെ പോലെ ഒന്നും പറയണ്ട. ഇവിടെ എന്റെ ഓർമ്മ ഒരു 5-8 കൊല്ലമായിട്ട് ഈ റോഡ് നശിഞ്ഞ റോഡായിരുന്നു. മാക്സിമം ഒരു 1.5 മാസമായിട്ട് ഈ റോഡ് നല്ലോണം കട്ട പൊക്കി നല്ല വൃത്തിയിൽ പണിത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത നടപടി എന്താ പറയുക, ഇതിപ്പോ പൊളിക്കണമെന്നൊക്കെ പറയാം. ഇപ്പൊ പൊളിക്കാൻ സമ്മതിക്കാൻ പാടില്ലായിരിക്കും പറ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നന്നായിട്ടാണ് ഈ പണിതേക്കണത്. ഞങ്ങൾ ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടിട്ടുണ്ട്. ഞാനിവിടുത്തെ കടകൂട്ടി പോകുമ്പോൾ 11 മണിയാകും. ആ സമയത്തും കൗൺസിലറുടെ നേതൃത്വത്തിൽ മുൻകൈ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെയാണ് റോഡ് ചെയ്തേക്കണത്. ഇനിയിപ്പോൾ അത് പൊളിക്കണമെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ. പലയിടത്തും ഇങ്ങനെ വെള്ളം പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്, ലീക്കുണ്ട്. അപ്പൊ അതുകൂടി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടി കണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇങ്ങനെ കുടിവെള്ളക്ഷാമം ഇവിടെ ഉള്ളതല്ല. ഇതിപ്പോ 2 മാസം മുമ്പ് ഇടയ്ക്ക് വെള്ളമില്ല പൈപ്പുകളിലൊക്കെ പണ്ടേ മുതലുള്ളതാണ്. ഇതിപ്പോ ആരും നന്നാവാൻ പോണില്ല. ഇപ്പൊ ഈ റോഡ് ശരിക്കും പറയുമ്പോ വെള്ളം ഈ അടുത്തൊരു ഈ റോഡ് പണിതിട്ട് ചെറിയ മഴ ഉണ്ടായാലും വെള്ളം മുകളില. ഈ റോഡില്ലാത്ത സമയത്ത് ഇവിടെ നിറച്ചും വെള്ളപ്പൊക്കം വരും. അതുമല്ല ബ്ലോക്ക് കാര്യങ്ങൾ, ഇപ്പൊ ബ്ലോക്ക് കുറവാണ്. അതുമല്ല റോഡിനൊക്കെ വീതി വന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയിരിക്കുകയാണ് റോഡ്. ഇപ്പൊ റോഡിന് വീതി വന്ന് റോഡ് ഇപ്പൊ പക്കേ. എന്റെ അഭിപ്രായത്തിൽ ഈ റോഡിനൊന്നും ചെയ്യാതിരിക്കാനുള്ളത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ പോയെങ്കിൽ നല്ലത്. നേരത്തെ മുതൽ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. പിന്നെ വെള്ളക്കെട്ട് ഉണ്ടാകാം. വെള്ളക്കെട്ടേ ഉള്ളൂ ഇവിടെ. ഒരു പൈപ്പാനം പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറുള്ളൂ. ഞാനൊക്കെ ഇവിടെ കച്ചവടം 5-8 കൊല്ലമായി. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള വെള്ളം ഒരു വരവാണ്. പൈപ്പൊക്കെ പൊട്ടിയാലോ അല്ലെ മഴവെള്ളം വന്നാലൊക്കെ ഇവിടെ ആകെ ഇറങ്ങാനായിട്ടിരിക്കണം. അല്ലെങ്കിൽ ജലാശയം ഏത് തരത്തിൽ പ്രതിഷേധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു പ്രകടനമായിട്ട് വരിക, വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ കുത്തിയിരിക്കുക, അതൊക്കെയാണ്. അതിനുശേഷം ഞങ്ങൾ മെമ്മോറാണ്ടം മെയിലിലേക്ക് അയക്കും. അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യം കാണുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധിക്കും. ഞങ്ങൾ പിന്നെ ഇവിടെ കൊണ്ട് ഒതുങ്ങുന്നില്ലെങ്കിൽ ഞങ്ങൾ മെയിലിലേക്ക് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ ഞങ്ങൾ ഇതെന്ന് പറഞ്ഞൊരു നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്നറിയോ, നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ മുഴുവൻ സീനിയർ സിറ്റിസൺസ് മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ അവർക്കൊരു അസുഖം വന്നു, ഒരു ആംബുലൻസ് വന്നാൽ ഇപ്പം എൻ്റെ ഭർത്താവിന് തന്നെ കഴിഞ്ഞ മാസം ഒരു ആക്സിഡൻറ്റ് വന്നു. ഒരു ആംബുലൻസ് അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്ത് ബുദ്ധിമുട്ടിയെന്നറിയാവോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തിക്കൊട്ടി വിളിച്ചിട്ടിരിക്കുവാണെങ്കിൽ അപ്പുറത്തെ റോഡിലുണ്ട് ആംബുലൻസ്, അവരാരും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ വ്യക്തി മരിക്കുക എന്നാണ്. അങ്ങനത്തെ വലിയ നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. കുടിവെള്ളത്തിന് ഞങ്ങൾ നിഷേധിക്കുമല്ല, കുടിവെള്ളം ഇല്ലാതെ പറ്റില്ല, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതിനകത്ത് ഇടപെടരുതെന്ന് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയോട് പറയുക. അവരത് ചേർന്നില്ലെങ്കിൽ ഞങ്ങൾ ആദ്യമേ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കും. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് കാൽനട ജാഥയായിട്ട് ചെന്ന് അതിന് മുമ്പിലിരുന്ന് പ്രതിഷേധിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ മേൽഘടകത്തിലേക്ക് പോകും. എന്തായാലും വിജയം വരെ ഞങ്ങൾ സമരം ചെയ്യും. വർക്ക് തുടങ്ങുകയാണെങ്കിൽ വർക്ക് തുടങ്ങാനുള്ള ഞങ്ങളുടെ ഈ ഒരു അഭിപ്രായം വാട്ടർ അതോറിറ്റി പരിഗണിക്കാതെ വർക്ക് തുടങ്ങാനാണെങ്കിൽ ഇവിടെ ഏകദേശം ഈ വർക്ക് നടക്കുന്ന ഏരിയയിൽ 8ഓളം റെസിഡൻസ് അസോസിയേഷനുണ്ട്. ഇവിടെയുള്ള എല്ലാ അംഗങ്ങളും ഈ വർക്ക് തടയാനായിട്ട് മുൻപിലുണ്ടാകും. ഞങ്ങൾ ഈ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. കാരണം ഞങ്ങൾ വർഷങ്ങളോളം
ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റോഡ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഒരുപാട് വാഹനങ്ങൾ. നിങ്ങൾ ജനപ്രതിനിധികൾക്കാണെങ്കിലും ഏത് ജനപ്രതിനിധിയോട് വേണേൽ ചോദിച്ചു നോക്കും. ഇവിടെ 2 MLA ഈ ഏരിയയിലാണ് താമസിക്കുന്നത്, കൗൺസിലറുണ്ട്, അവരോട് ചോദിച്ചോളൂ. ഈ റോഡ് അങ്ങ് ആലുവ മുതലുള്ള പല വാഹനങ്ങളും ഗോഡൗണുകളിലേക്ക്, കടവന്ത്രയിലേക്കുള്ള ഗോഡൗണിലേക്കുള്ള ഹെവി വാഹനങ്ങൾ, ഈവൻ ഗൂഗിൾ മാപ്പിൽ നമ്മൾ കടവന്ത്രന്നോ ഫോർട്ട് കൊച്ചിന്നോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ റോഡിലൂടെയാണ് വഴി കാണിക്കുന്നത്. എല്ലാ വാഹനങ്ങളും ഈ വഴിയാണ് വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് കുത്തിപ്പൊളിച്ചിടുന്നത് ഞങ്ങൾക്ക് ഒരു രീതിയിലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. 2 സൈഡിലും പൈപ്പ് ഇടാൻ വേണ്ടി വാട്ടർ അതോറിറ്റി അത് പുതുതായിട്ട് പണിത റോഡാണല്ലോ. പറഞ്ഞിട്ട് ഇപ്പൊ ആകെ 3-4 മാസങ്ങൾ കുത്തിപ്പൊളിച്ച് പണിയണത് വേണ്ട, അതാണ് വേണ്ടത്. കാര്യം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഈ അടുത്താണ് നന്നാക്കിയിട്ട്. അപ്പോൾ അത് ഇനി വാട്ടർ അതോറിറ്റിക്കാരെ അല്ലെങ്കിൽ ആരും ഒന്നും കുത്തിപ്പൊളിക്കാൻ സമ്മതിക്കില്ല, ഇവിടെയുള്ള ജനങ്ങൾ സമ്മതിക്കില്ല. കാര്യം അത്രയും നന്നായിട്ടാണ് ആ റോഡ് ചെയ്തേക്കുന്നത്. ഇത്രയോ വർഷത്തെ ഗ്യാരണ്ടിക്കാണ് ആ റോഡും ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ടെന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മുതൽ ചർച്ച് റോഡ് വരെയുള്ള ഭാഗം വാട്ടർ അതോറിറ്റി വീണ്ടും പൈപ്പ് ഇടാൻ വേണ്ടി പൊളിക്കുന്നു എന്നൊരു ഇതുണ്ടേ. അപ്പൊ അതിനെങ്ങനെ പ്രതികരിക്കുന്നത്? വാട്ടർ അതോറിറ്റി പൊളിക്കുന്നതല്ലാണ്, പക്ഷേ പൈപ്പ് വർഷങ്ങളായിട്ട് കിടക്കുന്ന പൈപ്പ് പൊട്ടിപ്പോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അവിടെ ഇവിടെയൊക്കെ അത് പൊളിക്കണത് അതിന്റെ വേണ്ടത് അപ്പം തന്നെ ശരിയാക്കിയാൽ കുഴപ്പമില്ല, നല്ലതാണ്. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വാട്ടർ അതോറിറ്റിയോട് പറയാനുള്ളത് അവര് ചെയ്യുന്ന പണി നല്ല കറക്റ്റ് ചെയ്ത് അപ്പം തന്നെ അത് ലെവലിൽ നല്ല അതുപോലെ തന്നെ റോഡാക്കി കൊടുക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പൈപ്പ് അടിയിൽ കിടക്കുന്ന പൈപ്പ് പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള അതാണ് ഈ പൊട്ടിപ്പോകുന്നത്. എപ്പോഴും ഇവിടെ എപ്പോഴും പൈപ്പ് പോടുന്ന പരിപാടിയാണ്. അത് മാറ്റി കൊടുക്കണം നല്ലത്. നല്ല ഒന്നാന്തരം റോഡ് പൊട്ടിപ്പൊളിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ തന്നെ ഇവിടെ റോട്ടിൽ കൂടി പോകാൻ പറ്റണില്ല. 2 സൈഡിലും വീതി കുറവുള്ള വണ്ടി എതിരെ വരുമ്പോൾ നമുക്ക് റോട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണം. ഇപ്പൊ ആ റോഡ് വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട, ഭയങ്കരമായിട്ട് മോശമായിരിക്കുള്ളൂ. ഒരുപാട് കാലമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന റോഡ് ഇപ്പോഴല്ലേ നന്നാക്കി എടുത്തത്. ഇപ്പൊ നല്ല പുതിയ ടാറിങ് ചെയ്ത് ഞങ്ങൾ ഇപ്പൊ വലിയ തെറ്റില്ലാതെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേണ്. ഇനി അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമായിരിക്കും. ഒന്നാമത് ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നന്നാക്കൂല, അതാണ് മെയിനാണ്. ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇത് നന്നാക്കുള്ളൂ. ഈ മഴക്കാലത്ത് ഒരുപാട് ആൾക്കാർ ആക്സിഡന്റായി പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് പൊളിച്ചാൽ നാശമാണ്. ഇവിടുന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് അവിടുന്ന് പാലടന്ന് ഇവിടം വരെ മാറ്റിയിട്ടുള്ളൂ, അങ്ങോട്ട് മാറ്റാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം റോഡ് പൊളിച്ചിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഒരാളോട് മരിക്കുക വരെ ചെയ്തു. അവിടെ ഒരാൾ റോഡ് നന്നാക്കില്ല, നന്നാക്കാന്ന് പറഞ്ഞാൽ അവര് പൈപ്പ് മാറ്റിയിട്ട് അവർ ടെട്ടും പോകും. ഇവർ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയബന്ധമായിട്ട് നന്നാക്കൂല്ലത്, അതാണ് അതിന്റെ കുഴപ്പം. പിന്നെ ഇടക്കിടക്കിടക്ക് പൈപ്പ് പൊട്ടുണ്ട്, പൈപ്പ് മാറ്റേണ്ട തന്നെയാണ്. തുടങ്ങിയെന്ന പെട്ടെന്ന് ശരിയാക്കുന്നുണ്ടെങ്കിൽ പൊളിച്ചാൽ കുഴപ്പമില്ല. ഈ റോഡ് നന്നാക്കിയിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. ഈ റോഡ് നന്നാക്കുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റി ഇതിനെപ്പറ്റി ഒന്നും അറിയിച്ചില്ല. അതിന് അങ്ങോട്ട് പൈപ്പിന്റെ സ്ഥലമില്ല. അതിനവിടെ ഈ റോഡ് പൊളിച്ചിട്ട് വേറെ പൈപ്പ് അവിടെ ഇടുന്ന സ്ഥലം വേണം. ആ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് സംഗതി അത് ചെയ്യാണ്ടിരുന്നത്. ഈ റോഡിന്റെ ഇതിലൊരു വട്ടം പൈപ്പ് വെക്കണോണ്ട് മേലേക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് അന്ന് അവര് പണി പറയത്. പിന്നെ ഇവിടെ സ്ഥലം ഇല്ലാണ്ടവർ എങ്ങനെ കുഴിച്ചിട്ട് പൈപ്പ് ഇടും? അതല്ല, ഇത് അവരുടെ സ്ഥലമാണ്, അതുകൊണ്ട് അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്ന ഒരു നിലപാടാണെന്നാണ് കൗൺസിലറോട് പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്, അവരുടെ സ്ഥലമാണ്. പക്ഷേ വേറെ സ്ഥലം എടുക്കാണ്ട് സംഗതി ഇത് പൊളിച്ചിട്ട് കാര്യമുണ്ടോ? വേറെ പൈപ്പ് ഇടാനുള്ള സ്ഥലം അവിടെ ഇല്ല, അല്ലെങ്കിൽ പൈപ്പ് എടുത്ത് മാറ്റിയിടണം വേറെ പൈപ്പ് ഇടാനായിട്ട്. തിരക്കൂടിയ ഭയങ്കര തിരക്കുള്ള സ്ഥലങ്ങളാണ്. മെട്രോന്റെ പണി വന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടി മുഴുവൻ ഇതിൽ തന്നെയാണ് പോണത്. ഇപ്പൊ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ മറ്റേ എതിരെ തന്നെ വണ്ടി ശരിക്കും റോട്ടിൽ നിന്ന് പുറത്തിറക്കിയാലാണ് പോരാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയ്ക്കും തിരക്കുള്ള ഒരു റോഡായിട്ട് വന്നിരിക്കുന്നതാണ് ഇത്. ഇപ്പൊ പൊട്ടിച്ചത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ജനങ്ങൾക്ക്. ആ ബുദ്ധിമുട്ട് മുഴുവൻ ഞങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ പൊളിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പൈപ്പ് എന്തായാലും മാറ്റണം. പക്ഷേ പൈപ്പ് മാറ്റാനുള്ള അതിന്റെ സ്ഥലവും കൂടി കണ്ടെത്തിയിട്ട് വേണം റോഡ് പൊളിക്കാനായിട്ട്. എന്നാ വെച്ചാൽ അവർ പണി നിർത്തി വെച്ചേക്കണത്. വട്ടം പൈപ്പ് കാരണം വേറെ പൈപ്പ് ഇടാനായിട്ട് സംഗതി സ്ഥലമില്ലാത്തതുകൊണ്ട് നിർത്തി വെച്ചേക്കണായിരുന്നു. സ്ഥലം അതിലേക്ക് പൈപ്പ് ഇടാൻ പറ്റില്ല. പൈപ്പ് അല്ലെങ്കിൽ ആ പൈപ്പ് എടുത്ത് മാറ്റിയിട്ട് വേണം വേറെ പൈപ്പ് ഇടാനായിട്ട്. അതല്ലാണ്ട് പൊളിച്ചിട്ട് എന്തായാലും ഈ പൈപ്പ് ലൈൻ നമ്മൾ പൊളിക്കാൻ പോകുന്ന കാര്യം ചില ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാൻ താമസിക്കുന്നത് TD സന്നിധി റോഡിലാണ്. അവിടെ റൺ ഔട്ട് ചെയ്യാന്നിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. എത്ര വണ്ടികളോട് അപകടത്തിൽപ്പെടുന്നത് വെള്ളക്കെട്ടും പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഈ വഴി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് പൊളിച്ചാൽ നടക്കില്ല, കാരണം ഓൾറെഡി നല്ല നിലവാരത്തിൽ ചെയ്തേക്കുന്ന റോഡാണ്. ഒരു അഭിപ്രായത്തിൽ ചെയ്യാൻ വഴിയില്ല. വാട്ടർ അതോറിറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ, നടക്കില്ല. മുൻപ് ഇതുപോലെ പൊളിച്ചിട്ട് റോഡുകൾ റീസ്റ്റോർ ചെയ്യാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതേ TD സന്നിധി റോഡിൽ നോക്കിയറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയറിയാം. ഇതുവരെ കൊല്ലങ്ങളായിട്ട് ചെയ്തിട്ടില്ല. ആ സൈഡ് കംപ്ലീറ്റ് ഇപ്പോഴും പൊളിഞ്ഞെടുക്കുക ഈ വാട്ടർ അതോറിറ്റിന് ചെയ്തത്.
അതും കൂടി അതാണ് ഒരു ഉത്തമ ഉദാഹരണം കാണുന്നത്. ഒന്ന് ഉയർന്ന നിലവാരത്തിലോട്ട് മാറ്റിയ ശേഷം കുറച്ചുകൂടെ ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ തിരക്കുള്ള ഒരു റോഡാണ്. അപ്പൊ ഇത് ഈ റെസിഡൻസ് അസോസിയേഷനൊക്കെ എങ്ങനെ ബാധിക്കാൻ പോകുന്നത്? ഇതിപ്പോ ഏറ്റവും ഈ വഴി ഇപ്പൊ കൂടുതൽ വണ്ടികൾ ഇപ്പൊ നന്നായിട്ട് പാസ് ചെയ്ത് പോകണം. ഈ ടാർ ചെയ്തപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. ഇവിടെ എപ്പോഴും ബ്ലോക്ക് അല്ലാണ്ട് തന്നെ ബ്ലോക്ക് ഉണ്ട്. ഇതും കൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബ്ലോക്ക് വരാനേ വഴിയുള്ളൂ. അസോസിയേഷന് ബുദ്ധിമുട്ടാവും, ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും, എല്ലാ വാഹന ഗതാഗതത്തിന് എല്ലാത്തിനും ബുദ്ധിമുട്ടാവും. പൈപ്പ് ലൈൻ റോഡ് വാട്ടർ അതോറിറ്റിക്ക് പൊളിക്കാം, പക്ഷേ പൈപ്പ് ലൈൻ റോഡ് ഇപ്പൊ നന്നാക്കി വലിയ നിലവാരത്തിലുള്ള രീതിയിൽ പണിതാണ്. ഈ റോഡിലൂടെയാണ് ഇപ്പൊ മെട്രോന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഇപ്പൊ ഇതിലാണ് പോയി നടന്നുകൊണ്ടിരിക്കുന്നത്. കാലത്തും വൈകുന്നേരവും ഒക്കെ വളരെ കൂടിയ നിരക്കുള്ള ട്രാഫിക്കുണ്ട്. ഇപ്പൊ ഇവർ ഈ റോഡ് പൊളിച്ചു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി റോഡാണ്, ദാറ്റ് ഈസ് റൈറ്റ്, അവരുടെ റൈറ്റ് ഉണ്ട് അവർക്ക്. പക്ഷെ ഈ നിലവാരത്തിലേക്ക് എത്ര നാൾ കൊണ്ട് ഈ പണി തീർക്കും, എത്ര നാൾ കൊണ്ട് ഇതേ നിലവാരത്തിൽ പണിത് തിരിച്ചാക്കി തരുമെന്നൊരു ഗ്യാരണ്ടി വാട്ടർ അതോറിറ്റിക്ക് തരാൻ സാധിക്കുമെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്. അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും ഈ പൊളിക്കൽ കൊണ്ട്. ഈ പൊളിക്കൽ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങൾ ഉണ്ടെന്ന് വാട്ടർ അതോറിറ്റിക്കും അറിയാം. പക്ഷേ ലാക്ക് ഓഫ് മണി അവർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവര് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വാട്ടർ അതോറിറ്റി റോഡായതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും അവരുടെ ഇൻഷുറൻസ് അനുസരിച്ച് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇത് ഈ റോട്ടിൽ കൂടിയുള്ള പൈപ്പിന് വേണ്ടിയല്ല ഇപ്പോൾ ചെയ്യുന്നത്. PWD റോട്ടിൽ കൂടി പോകുന്നവരുടെ ഡാമേജ് ആയിട്ടില്ല, ഡാമേജ് ആകുമെന്നുള്ള ധാരണയിൽ അവർ ഒരു 16 mm ഉണ്ടായ പൈപ്പ്, 16 ഉദ്ദേശിക്കുന്നത് അല്ലേ, 16 mm ഉണ്ടായ പൈപ്പ് പുതുതായിട്ട് ഇതിൽ കൂടി ഇടാനായിട്ട് ഉദ്ദേശിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ പ്രസന്റ് കണ്ടീഷനിൽ എന്ന് വെച്ചാൽ ഇവിടെ ഹെവി ട്രാഫിക്കാണ്. ഇവിടെ എന്നുവെച്ചാൽ ഈ എല്ലാ ലൈനും ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ വൈകിട്ട് ഇതിനെ വന്നാൽ ഒരു 5 മണി മുതൽ ഒരു 7:30 വരെ ഇവിടെ ഏത് സമയം ബ്ലോക്കാണ്. എന്നുവെച്ചാൽ അത്രയ്ക്ക് ട്രാഫിക് ഉള്ള റോഡിൽ ഇങ്ങനെ കുത്തിപ്പൊളിച്ച് ചെയ്യാന്ന് വെച്ചാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത്. PWD റോഡ് നന്നാക്കുന്നു, വാട്ടർ അതോറിറ്റി അതിന്റെ പിന്നാലെ പൈപ്പിടാനായി കുഴിക്കുന്നു. ഇവിടെ PWDയുടേതല്ലെങ്കിലും കോർപ്പറേഷൻ നന്നാക്കിയ റോഡാണെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വകുപ്പ് തല ഏകോപനമില്ലായ്മ, വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഈ പ്രശ്നം എപ്പോഴും മുന്നിലേക്ക് വയ്ക്കുന്നത്. നികുതി പണം കൊണ്ട് ഉണ്ടാക്കുന്ന വികസനങ്ങളാണ് എന്ന് ഓർമ്മ വേണം. ആ ഓർമ്മ പുതുക്കലാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വകുപ്പുകൾ മുന്നോട്ട് വയ്ക്കട്ടെ.